അങ്ങനെ ഞങ്ങളിന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് കേട്ടോ. കാഞ്ഞങ്ങാടി ഇന്ന് ലീവാണ്, അതുകൊണ്ട് തന്നെ ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ പരാഗ സെൻറ്ററിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ സെലക്ട് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, സാധാരണ നമ്മൾ പോകുമ്പോൾ നമ്മൾ കുറേ കടയിൽ പോവും. പക്ഷേ ഇപ്രാവശ്യത്തെ ഓണം പർച്ചേസ് ഒരു കടയിൽ തന്നെ ഒതുക്കി കേട്ടോ. ഒന്നാമത് എനിക്ക് കയ്യിനെ കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കടയിൽ തന്നെ ഒതുക്കി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കടയിൽ ഒതുക്കുന്നത്. മാക്സിമം മിനിമം ഒരു 2 കടയിലെങ്കിലും പോകാതിരിക്കാറില്ല. അപ്പം അങ്ങനെ നമ്മൾ നേരെ പരാഗിലേക്ക് പോയി. അവിടെ നല്ല ഒരുപാട് മെറ്റീരിയൽ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ചന്തേര മെറ്റീരിയലുള്ള ഒരു മെറ്റീരിയലാണ് എടുക്കാൻ വിചാരിച്ചത്. നമ്മൾ അത് ചോദിക്കുമ്പോൾ നമുക്ക് സെയിം കളറിൽ സാധനം ഇതാ കിട്ടി. കുറേ വെറൈറ്റി കളറുണ്ട്. പക്ഷെ നമ്മൾ എന്നിട്ട് അത് എടുക്കാമെന്ന് പറഞ്ഞിട്ട്, എനിക്കാണെങ്കിൽ ഈ ഒരു കളർ വരുന്ന ധാവണിയുണ്ട്. അപ്പോൾ നമ്മൾ സെയിം കളറിലൊരു ഷാളും കൂടി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൾ ആ ഒരു ഒരു പർപ്പിൾ കളർ വരുന്ന ആ ഒരു സംഭവം എടുത്തു, ടോപ്പ് ആയിട്ട് അടിക്കാൻ വേണ്ടി. പക്ഷേ സ്കേർട്ട് നമ്മൾ വേറൊരു തുണിയാണ് എടുത്തത്. അതിൻ്റെ പേരെന്തെന്നൊന്നും അറിയില്ല, പക്ഷേ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ അതെടുത്തു. അപ്പോൾ കളർ നമ്മൾ മാറ്റിയിട്ടാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കളർ എന്താണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. നമുക്കത് ഒരു ഓൺ ഷൂട്ട് ഉണ്ട്, അപ്പോൾ അതിൽ കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ നേരെ പോയി ഒരു ലൈം കുടിച്ചു, സ്നാക്സും കഴിച്ചിട്ട് നേരെ വേറെ ചില്ലറ പരിപാടി ഉണ്ടായിരുന്നു. അതും കൂടി കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ഇട്ടു. വന്നല്ലോ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞേ, എൽച്ചും പറഞ്ഞേ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ പറ. ഹാപ്പി ഇൻഡിപെൻഡൻസ്